അതെ, ഇന്നത്തെ വീഡിയോ ഒരു കേക്ക് വ്ലോഗാണ്. നാളത്തേക്കുള്ള ഓർഡേഴ്സാണ് നമ്മൾ ഇന്ന് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ 1.5 കിലോൻ്റെ 2 ടയർ ബട്ടർ സ്കോച്ച് കേക്കും പിന്നെ ഒരു 1/2 kg ഒരു ബ്ലാക്ക് ഫോറസ്റ്റുമാണ് നാളെ കൊടുക്കാനുള്ളത്. അപ്പോൾ 1.5 കിലോൻ്റെ നമ്മൾ 1 കിലോ 1/2 കിലോ ഒരുമിച്ച് ബാറ്റർ ഉണ്ടാക്കിയിട്ട് നമ്മൾ 2 ബേക്കിംഗ് ടിന്നിലാക്കിയിട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ വേറെ ബേക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് ഒന്ന് അരിച്ച് വയ്ക്കുകയാണ്. പിന്നെ പഞ്ചസാര പൊടിച്ചതൊക്കെ ഒന്ന് അരിച്ചെടുത്ത് അതും അളന്നെടുത്ത് വെക്കണം. പിന്നെ കേക്ക് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഇവിടെ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിക്കാമെന്ന് വെച്ച്. പിന്നെ ഓവനിലൊന്നുമല്ല നമ്മൾ ബേക്ക് ചെയ്യുന്നത്, ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ്. ഇവിടെയുള്ള ഓവൻ വന്നിട്ട് 3 ഫംഗ്ഷനും കൂടെയുള്ള ഓവനാണ്. അപ്പോൾ അത് OTG അല്ല. 1.5 കിലോ കേക്കിന് വേണ്ടി നമ്മൾ 6 മുട്ട പൊട്ടിച്ച് വെച്ച് വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാൻ പോണ സമയത്താണ് നമ്മൾ പാത്രം വെച്ച് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ പാത്രത്തിലൊരു തട്ട് വെച്ച് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇനി നമ്മൾ ഈ മുട്ടയും പഞ്ചസാരയും പിന്നെ അതുപോലെ പാലും ഓയിലും ചേർത്ത് ബീറ്റ് ചെയ്യാൻ നമ്മൾ എത്രയാണോ സമയം എടുക്കുന്നത് അത്രയും സമയം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ആ പാത്രം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. 1.5 കിലോൻ്റെ ബാറ്റർ നമ്മൾ 2 ബേക്കിംഗ് ടിന്നിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 കിലോ ബേക്കിംഗ് ടിന്നിലും അതുപോലെ തന്നെ 1/2 kg ബേക്കിംഗ് ടിന്നിലും. അപ്പോൾ ബാറ്ററൊക്കെ റെഡി ആയിട്ട് ഫസ്റ്റ് നമ്മൾ ചെറിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് നമ്മൾ 1 kg മുകളിലേക്ക് ഒഴിക്കാം. അപ്പോൾ കറക്റ്റാവും. ഇനി നമ്മൾ 1/2 kg വെക്കാനുള്ള പാത്രത്തിൽ 1/2 kg മോൾഡും പിന്നെ 1 kg പാത്രത്തിൽ 1 kg ബേക്കിംഗ് ടിന്നും വെച്ച് കൊടുത്താൽ മതി. ഇനി ബാറ്റർ വെച്ച് കൊടുത്താൽ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി മാറ്റി വയ്ക്കണം. ഇനി അത് അവിടെ ഇരുന്ന് ബേക്കാവും. പിന്നെ എൻ്റെ ഈ ബീറ്ററിനെ കുറിച്ച് കംപ്ലൈൻ്റ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കഴുകുന്നത്. ബ്ലേഡ് അതിൽ എന്താണ് സ്റ്റക്കായി കിടക്കുകയാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ എന്തായാലും നല്ല ചൂട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് പിന്നെ ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ നമുക്കൊരു 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റും കൂടെ ചെയ്യാനുണ്ടല്ലോ. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചത് ആദ്യം 1/2 kg ബേക്കായി കിട്ടും. പിന്നെ അതിനൊരു 1/2 hour മതിയാവും. പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ കഴിയും നമ്മളുടെ 1 kg ബേക്കാവാൻ. ആ കിട്ടുന്ന സമയത്ത് ഒന്ന് തുണിയൊന്ന് അലക്കാനിടാന്ന് വെച്ചു. 2 ടയർ കേക്ക് ആയതുകൊണ്ട് നാളത്തേക്കാണെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ഐസിങ് ചെയ്ത് 2 കേക്ക് ഐസിങ് ചെയ്ത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റാക്കി വെക്കണം. എന്നിട്ട് കൊടുക്കുന്ന ദിവസമാണ് നമ്മൾ 1 kg കേക്കിൻ്റെ മേലെ 1/2 kg കേക്ക് എടുത്ത് വയ്ക്കുന്നത്. ഇതാ ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അത് 1/2 kg അത് ചൂടാറിട്ട് ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ 1 കിലോൻ്റെ ബേക്കും ആയത്. ഇത് രണ്ടും ചൂടാറാൻ വയ്ക്കാം. ഇനി 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മോളിൽ തന്നെ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. കഴുകൊന്നും വേണ്ട, അതേ മോളിൽ തന്നെ നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബ്ലാക്ക് ഫോറസ്റ്റുമുള്ള ബാറ്ററാണ് ഇപ്പോൾ ചെയ്യുന്നത്. 2 മുട്ടയും വാനില എസൻസും കൂടെ ബീറ്റ് ചെയ്ത് 1/2 കപ്പ് പൗഡർഡ് ഷുഗർ ആഡ് ചെയ്യാം. ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ ഒരു 1/4 കപ്പ് പാലും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യുക. ലാസ്റ്റ് പിന്നെ 1/2 കപ്പ് മൈദ നമ്മൾ നേരത്തെ അരിച്ചു വെച്ചില്ലേ അതിട്ട് കൊടുക്കാം. മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ പാത്രം അതേപോലെ നേരത്തെ ചെയ്ത പോലെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും റെഡിയായി. ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് വീണ്ടും അതേപോലെ ബീറ്ററിൻ്റെ ബ്ലേഡും പാത്രവും ഒക്കെ ചൂടുവെള്ളത്തിലിട്ട് കഴുകി ഡ്രൈ ആക്കി എടുക്കണം. ഇനി കുറച്ച് ബ്രേക്ക് എടുക്കാം. അപ്പോൾ കുറച്ച് നന്നായി ചെറുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കുടിച്ചു. അങ്ങനെ 3 കേക്കും റെഡിയായി. എല്ലാം ഡീമോൾഡ് ചെയ്ത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ
കട്ട് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് ലെയർ ആക്കണം. അപ്പോൾ അതിന് നൂല് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അത് ഫസ്റ്റിലേ അങ്ങനെ അതങ്ങനെ യൂസ്ഡായിപ്പോയി. പിന്നെ ഞാൻ കട്ട് ചെയ്യാനുള്ള ടൂൾസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കട്ട് ചെയ്യാൻ ഇപ്പം കിട്ടാതെയായി. ഇനി എല്ലാ കേക്കിനും വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിനുശേഷം ബട്ടർ സ്കോച്ച് കേക്കിനുള്ള കാരമൽ സോസ് ഉണ്ടല്ലോ, അത് റെഡിയാക്കണം. കാരമൽ സോസിന് ക്രീമല്ല യൂസ് ചെയ്യുന്നത്, പാലാണ്. അപ്പോൾ അതുകൊണ്ട് പാൽ ആദ്യം തിളപ്പിച്ച് ചൂടാറാൻ വെക്കണം. ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്ത് കളറൊക്കെ ഒന്ന് കറക്റ്റായി വരുമ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇവിടെ ഉണ്ടാക്കിയ ബട്ടറാണ്. പിന്നെ പാൽ ഒഴിച്ച് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. പിന്നെ പ്രളയിന് ഇവിടെ നേരത്തെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഉണ്ടാക്കുന്നില്ല. ഇനി അടുത്ത പണി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യലാണ്. മൊത്തം 2 കിലോ കേക്കാണ്. അപ്പോൾ അതിനുള്ള 2 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി കേക്കുകൾ ഓരോന്നായിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കണം. ഫസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ എടുത്ത് ഷുഗർ സിറപ്പൊക്കെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്ത് വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് ഒഴിച്ച് സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്ത് എന്നിട്ട് ഫുള്ളായിട്ട് ഐസിങ് ചെയ്ത് ഫിനിഷിങ് ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഇനി അടുത്തത് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ 2 ടയർ കേക്കാണല്ലോ, അതിൻ്റെ താഴത്തെ കേക്ക്. ഇതും അതുപോലെ ഷുഗർ സിറപ്പ്, കാരമൽ സോസ് പ്ലസ് പ്രളയൻ എല്ലാം വെച്ച് ഫുൾ ഫിനിഷിങ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഇത് നമ്മളുടെ ലാസ്റ്റ് കേക്ക്, ബട്ടർ സ്കോച്ച് 2 ടയർ കേക്കിൻ്റെ ടോപ്പ് കേക്ക്. അതും ഇതുപോലെ ഫില്ലിങ്സ് ഒക്കെ കൊടുത്ത് ഫിനിഷിംഗ് ആക്കി ഫ്രിഡ്ജിൽ വെച്ചു. ഇത് പിറ്റേ ദിവസം നമ്മളെ ബട്ടർ സ്കോച്ച് 2 ടയർ കേക്കാണ്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ സിമ്പിളല്ലേ.